നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനസ്സ് പിശാചിന്റെ പണിപ്പുരയിൽ വെച്ചിട്ട് കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? പിണറായി സഖാവേ. പ്രതിരോധത്തിൽ നിൽക്കുന്ന പിണറായിക്കും വീണയ്ക്കും ഇട്ട് പൊട്ടിച്ച് ശക്തിധരൻ. അച്ഛൻ മുഖ്യമന്ത്രിയും ഭർത്താവ് മന്ത്രിയുമായതുകൊണ്ട് ഇനി ആരെ ഭയക്കണമെന്നാകും വീണ തൈക്കണ്ടിയിൽ ചിന്തിച്ചിട്ടുണ്ടാകുക. ഖജനാവിൽ തൊട്ടിയിട്ടാൽ മുക്കിയെടുക്കാവുന്ന തോതിലല്ലേ പണം കുമിഞ്ഞു കിടക്കുന്നത്? ഒന്ന് ഓർക്കണം, പ്രകൃതിയിൽ ചില സത്യങ്ങളുണ്ട്. ചിലപ്പോൾ അശനിപാതം പോലെ അത് വന്ന് പതിക്കും. പ്രകൃതിക്ക് പോലും നിരക്കാത്ത കൊടും വഞ്ചന കാണുമ്പോൾ പ്രകൃതി തന്നെ തക്ക ശിക്ഷ കൊടുക്കും. ഭാര്യയും മക്കളും ചിലപ്പോൾ ലാഭേച്ഛ നോക്കി ആ വഞ്ചനയോട് പൊരുത്തപ്പെടും. പണമാണല്ലോ വലുത്. പ്രകൃതി പക്ഷേ അങ്ങനെ വഴങ്ങണമെന്നില്ല. അച്ഛൻ ഒരായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ഹോമിച്ചതിന് ചിലപ്പോൾ ഒരു പ്രതിഫലവും കിട്ടിയില്ലായിരിക്കാം. എക്സാലോജിക് വിവാദത്തിന്റെ ഗ്രാഫ് എങ്ങോട്ടാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും കാണുന്നുണ്ടാകുമോ? നിയമം നിയമത്തിന്റെ വഴിക്ക് പോയാൽ ആരൊക്കെ കാരാഗൃഹത്തിലെത്തുമെന്ന് ഏത് നിയമ വിദ്യാർത്ഥിക്കും കാണാപാഠമാണ്. പക്ഷേ അങ്ങനെ അല്ലാതെയും ഗതി തിരിച്ചും വിടാം. അത് താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ വിവേചന അധികാരമാണെന്ന് വേണമെങ്കിൽ വാദിക്കാം. ആ വിലപേശലിന്റെ ഘട്ടമാണിത്. നിയമം കൈകാര്യം ചെയ്യുന്നവരുടെ ധാർമ്മികതയുടെ പ്രശ്നമാണിത്. വീണ തായ്ക്കണ്ടിയിലിനെ പൊക്കാൻ ഉന്നത മേലധികാരികൾ ഗേറ്റിന് പുറത്ത് തമ്പടിച്ചിരിക്കുകയാണെന്ന പ്രതീതി ജനിപ്പിക്കുന്ന സംഭ്രമകരമായ കഥകൾ യൂട്യൂബിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിയാതെ സുഷുപ്തിയിലായിരിക്കാം. അതാണ് പുത്തൻ പത്രപ്രവർത്തനം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള സ്ഥിതി വിവരങ്ങളാണ് തൽക്ഷണ വിവരങ്ങൾ എന്ന വ്യാജേന മാധ്യമങ്ങൾ നൽകുന്നത്. വീണ തായ്ക്കണ്ടിയിലിന് ഇത് ചീള് കേസാണെന്നും BJP ഉമ്മാക്കി കാണിക്കുകയാണെന്നും വീം പഠിക്കുന്ന MV ഗോവിന്ദൻ ഒന്നുകിൽ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്, അതല്ലെങ്കിൽ നിയമകാര്യത്തിൽ മൂഢനാണ്. CPMന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം കരിമണൽ കുംഭകോണ മാഫിയയെ CPMന്റെ ഒരു ഘടകത്തെ സംരക്ഷിക്കുന്നത് പോലെ കാത്തു സൂക്ഷിക്കുകയാണല്ലോ. ഈ കുംഭകോണത്തെ വെള്ളപൂശാനും മുഖ്യമന്ത്രിയുടെ മകൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനും കോടികൾ മുഖ്യമന്ത്രിയും മകളും ഈ കമ്പനിയിൽ നിന്ന് പൊതുമുതൽ അപഹരിച്ചതിൽ തെറ്റൊന്നുമില്ലെന്ന് സ്ഥാപിച്ചെടുക്കാനും എന്ത് നിയമപ്രകാരമാണ് പൊതുഖജനാവിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുത്തത്? CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനും കുടുംബത്തിനും എന്തുകൊണ്ട് ഖജനാവ് മലർക്കെ തുറന്നു കൊടുത്തില്ല എന്ന് ചോദിക്കരുത്. കോൺഗ്രസ് ഘടകകക്ഷി നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തോട് കാട്ടിയ ഔദാര്യം എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് കാട്ടിയില്ല? ഇതെല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. കുംഭകോണ നടപടികൾ അന്വേഷണ ഏജൻസികളുടെ കൃത്യമായ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണല്ലോ. അത് അസാധുവാക്കുകയല്ലേ 25 ലക്ഷം ഖജനാവിൽ നിന്ന് പൊടിക്കുമ്പോൾ സംഭവിക്കുന്നത്? ആ തെളിവുകളെ മുഴുവൻ ഏകപക്ഷീയമായി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് സർക്കാർ.